നമസ്കാരം. 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതിക്കും ആക്രമണത്തിനും അന്ത്യം കുറിച്ച് പശ്ചിമബംഗാളിൽ ബി.ജെ.പി ചരിത്രവിജയം കുറിച്ചെങ്കിലും തോൽവി അംഗീകരിക്കാൻ മമതാ ബാനർജി എന്ന ഏകാധിപതി തയ്യാറാകുന്നില്ല. തോൽവിയുടെ ജാള്യം മറയ്ക്കാൻ അവർ ബംഗാളിനെ ഒരു കലാപഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. ബംഗാളിലെ ബി.ജെ.പി മുന്നേറ്റത്തിന്റെ കരുത്തനായ നേതാവ് സുവേന്ദു അധികാരിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ചന്ദ്രനാഥ് റെഡ്ഡിനെ തൃണമൂൽ ഗുണ്ടകൾ വെടിവെച്ചു കൊന്നത്. ഭവാനിപൂരിൽ മമതയെ നിലംപരിശാക്കിയ സുവേന്ദു അധികാരി ബംഗാളിൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായതോടെ അദ്ദേഹത്തിന്റെ വലങ്കൈയായി പ്രവർത്തിച്ചിരുന്ന ഒരു മുൻ സൈനികനെ ഇല്ലാതാക്കുക വഴി ഭീതി പടർത്താനാണ് തൃണമൂൽ ശ്രമിക്കുന്നത്. ആസൂത്രിതമായി കാറിലെത്തിയ അക്രമി സംഘം 6 തവണയാണ് ചന്ദ്രനാഥിന് നേരെ വെടിയുതിർത്തത്. ഇത് കേവലം ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല. മമതയുടെ പിൻഗാമിയാകാൻ കുപ്പായമിട്ടിരിക്കുന്ന അനന്തരവൻ അഭിഷേക് ബാനർജി നേരിട്ട് ആസൂത്രണം ചെയ്ത കൊട്ടേഷനാണെന്നുള്ളത് വ്യക്തമാണ്. ഒരു കരുത്തനായ പോരാളിയെ കൊലപ്പെടുത്തിയാൽ സുവേന്ദു അധികാരി തളരുമെന്നും ഭരണ സംവിധാനം അസ്ഥിരപ്പെടുമെന്നുമാണ് ഇവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഓരോ തുള്ളി രക്തവും ബി.ജെ.പി കൂടുതൽ കരുത്തരാക്കുകയുള്ളൂ എന്ന് ഈ ആക്രമികൾ ഓർക്കുന്നത് നന്നായിരിക്കും. രാജിവെക്കാതെ മമത ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ജനം തള്ളിക്കളഞ്ഞിട്ടും മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങുന്ന മമതാ ബാനർജിയുടെ നടപടി ഭാരതത്തിലെ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. ജനവിധി മാനിക്കാതെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നവർ ബംഗാളിലെ പോലീസിനെ സ്വന്തം പാർട്ടി കേഡർമാരെ പോലെയാണ് ഉപയോഗിക്കുന്നത്. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പരമാവധി വൈകിപ്പിച്ച് ആ സമയത്തിനുള്ളിൽ ബി.ജെ.പി പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് അവരുടെ തന്ത്രം. ബി.ജെ.പിക്കായി വോട്ട് ചെയ്ത സാധാരണക്കാരായ ജനങ്ങളെ തൃണമൂൽ ഗുണ്ടകൾ വീട്ടിൽ കയറി ആക്രമിക്കുകയാണ്. സ്ത്രീകളെ അപമാനിക്കുന്നു, വീടുകൾക്ക് തീയിടുന്നു. ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് ഭരണകൂട ഭീകരത തന്നെയാണ്. നിയമവാഴ്ച പൂർണ്ണമായും തകർന്നിരിക്കുന്നു. മമതയുടെ അനുമതിയോടെ അല്ലാതെ ഇത്രയും വലിയ ആക്രമ പരമ്പരകൾ സംസ്ഥാനത്തിലുടനീളം നടക്കില്ല എന്നത് പകൽ പോലെ വ്യക്തവുമാണ്. ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം ഒരു സംസ്ഥാനത്തെ പ്രശ്നം മാത്രമല്ല, ഭാരതത്തിന്റെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. കൊൽക്കത്തയിൽ വെച്ച് NIA അറസ്റ്റ് ചെയ്ത അമേരിക്കൻ ചാരൻ മാത്യു വാൻഡെയ്ക്കിന്റെ സാന്നിധ്യം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഡ്രോൺ യുദ്ധതന്ത്രങ്ങളിലും അത്യാധുനിക ആയുധ പ്രയോഗങ്ങളിലും പരിശീലനം നൽകാൻ ഒരു വിദേശി എന്തിനാണ് കൊൽക്കത്തയിലെത്തിയത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് ഇത്തരമൊരു ഗൂഢാലോചന തകർക്കപ്പെട്ടു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. വിദേശ ശക്തികളുമായി കൈകോർത്ത് ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന മമതാ ബാനർജി രാജ്യദ്രോഹപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടുന്നതിനെ എതിർക്കുകയും കോടിക്കണക്കിന് നുഴഞ്ഞുകയറ്റക്കാരെ വോട്ട് ബാങ്കിന് വേണ്ടി സംരക്ഷിക്കുകയും മമതയുടെ ദേശവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ബംഗാളിനെ രക്ഷിക്കാൻ ഇനി ബി.ജെ.പി ഭരണത്തിന് മാത്രമേ സാധിക്കൂ. നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാനും ബംഗാളിന്റെ സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കാനും ബി.ജെ.പി സർക്കാർ അധികാരമേൽക്കുന്നത് അത്യാവശ്യം തന്നെയാണ്. മമതയുടെ കാലത്ത് ബംഗാൾ ബോംബ് നിർമ്മാണശാലകളുടെയും ഗുണ്ടകളുടെയും കേന്ദ്രമായി മാറിയിരുന്നു. ദേശീയ താൽപര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നരേന്ദ്രമോദി സർക്കാരിന്റെ കരുത്തരായ ബംഗാൾ യൂണിറ്റ് ഭരണം പിടിച്ചെടുക്കുന്നത് വിദേശ ശക്തികൾക്കും ജിഹാദികൾക്കും ഭീഷണിയാണെന്ന് അവർക്കറിയാം. മമതാ ബാനർജി എന്ന ഏകാധിപതിയുടെ അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. അധികാരക്കൊതി മൂത്ത് അവർ നടത്തുന്ന ഈ തീക്കളിയിൽ അവർ തന്നെ വെണ്ണീറാകാൻ പോവുകയാണ്. ജനാധിപത്യം ആക്രമണത്തിന് വഴിമാറില്ല. ബി.ജെ.പി പ്രവർത്തകരുടെ രക്തത്തിന് കണക്ക് ചോദിക്കാൻ പുതിയ സർക്കാർ ഉടൻ അധികാരമേൽക്കും. മമതാ ബാനർജി ഇപ്പോൾ ചെയ്യുന്നത് ഭാരതത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. വൈദേശിക ശക്തികളുടെയും ഭീകരവാദികളുടെയും പിന്തുണയോടെ ബംഗാളിനെ മറ്റൊരു വിഘടനവാദ മേഖലയാക്കി മാറ്റാനാണ് അവരുടെ നീക്കം. ഇതിനെതിരെ ശക്തമായ ജനവികാരം ഉയരണം. ബംഗാളിൽ ബി.ജെ.പി സർക്കാർ വരുന്നത് തടയാൻ ആർക്കും കഴിയില്ല. മമതയുടെ ഈ രക്തരൂക്ഷിത രാഷ്ട്രീയം ബംഗാളിന്റെ മണ്ണിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടും. ഭാരതത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദികൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും ചുവന്ന പരവതാനി വിരിക്കുന്ന മമതയുടെ ഭരണം അവസാനിക്കണമെന്നത് കാലത്തിന്റെ അനിവാര്യതയാണ്. തോൽവി മണക്കുമ്പോൾ സ്വന്തം നാട്ടുകാരെ കൊന്നൊടുക്കുന്ന ഈ രക്തദാഹി രാഷ്ട്രീയത്തെ ബി.ജെ.പി നേരിടുന്നത് കോടിക്കണക്കിന് വരുന്ന ദേശവാദികളുടെ കരുത്തിലാണ്. ഓരോ ബി.ജെ.പി പ്രവർത്തകന്റെയും ബലിദാനം വെറുതെയാകില്ല. നിയമവാഴ്ച പുനഃസ്ഥാപിക്കാനും ബംഗാളിനെ സനാതനധർമ്മത്തിന്റെ മണ്ണായി വീണ്ടെടുക്കാനും ശക്തമായൊരു സർക്കാർ വരിക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ടെടുപ്പിന്റെ ദിവസവും ബി.ജെ.പിക്കെതിരെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം സംഭവിച്ചതിന് പിന്നാലെ മറ്റൊരു ബി.ജെ.പി പ്രവർത്തകനെയും തൃണമൂൽ ഗുണ്ടകൾ കൊലപ്പെടുത്തി. ഈ അക്രമ പരമ്പരയും കൊലപാതകങ്ങളും ഒറ്റപ്പെട്ടതും യാദൃച്ഛികമായ സംഭവങ്ങളായി കാണാനേ ആവില്ല. വളരെ ആഴത്തിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉള്ളതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. സുവേന്ദു അധികാരിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മമതയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ടയാളും അനന്തരവനുമായ അഭിഷേക് ബാനർജിയാണെന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. മമതാ ബാനർജി രാജിവെക്കാൻ തയ്യാറാകാത്തതും സംസ്ഥാനമെങ്ങും ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതും ഭാരതത്തിലെ കിഴക്കിന്റെ കവാടം എന്നറിയപ്പെടുന്ന ബംഗാൾ അസ്ഥിരമായി നിലനിർത്തുന്നതിനുള്ള വിദേശ തന്ത്രമാണെന്നുള്ള വിലയിരുത്തപ്പെടുന്നുണ്ട്. ദേശീയ താൽപര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാത്ത ബി.ജെ.പി സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി ബംഗാളിൽ അധികാരമേൽക്കുന്നത് ഭീഷണിയായി കരുതുന്ന വൈദേശിക
ദേശീയ ശക്തികൾ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ മുൻകൂട്ടി കരുക്കൾ നീക്കുകയാണോ? ബംഗാളിൽ BJP ഭരണത്തിൽ വരാതിരിക്കാൻ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ശക്തികൾ പരസ്പര ധാരണയോടെ ശ്രമിച്ചു എന്നറിയുമ്പോഴാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്നതിലായാലും ബംഗ്ലാദേശ് അതിർത്തിയിൽ വേല് കെട്ടുന്നതിലായാലും ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച മമതയെ എത്രയും പെട്ടെന്ന് പുറത്താക്കി പുതിയ BJP സർക്കാർ അധികാരത്തിൽ വരേണ്ടത് ബംഗാളിന്റെ മാത്രമല്ല രാജ്യത്തിന്റെയും ആവശ്യമാണ്. ഇത് കേവലം ഒരു അധികാര കൈമാറ്റം മാത്രമല്ല, ബംഗാളിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള പോരാട്ടം കൂടിയാണ്. നൂറ്റാണ്ടുകളോളം ഭാരതത്തിന്റെ വിജ്ഞാനത്തെയും ദേശീയതയുടെയും കേന്ദ്രമായിരുന്ന ബംഗാളിനെ തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു ചോരക്കളമാക്കി മാറ്റിയ മമതാ ബാനർജിക്കും സംഘത്തിനും കാലം കടത്തിവെച്ച മറുപടി കൂടിയാണ് ഇപ്പോൾ ഈ ജനവധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ അഭിരമിച്ച് ശീലിച്ച മമതയ്ക്ക് ജനങ്ങൾ നൽകിയ ഈ കനത്ത പ്രഹരം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർ പോലീസിനെയും ഗുണ്ടകളെ ഉപയോഗിച്ച് ജനാധിപത്യത്തെ തെരുവിൽ കശാപ്പ് ചെയ്യുന്നത്. ചന്ദ്രനാഥ് രഥിനെ പോലെയുള്ള ധീരരായ പോരാളികളെ കൊന്നൊടുക്കിയാൽ BJPയുടെ മുന്നേറ്റത്തെ തടയാമെന്ന് കരുതുന്നത് മമതയുടെ രാഷ്ട്രീയ വിഡ്ഢിത്തം മാത്രമാണ്. ഭാരതത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന വിദേശ ശക്തികളുടെയും രാജ്യദ്രോഹികളുടെയും കൈപ്പാവയായി മാറിയ ഒരു ഭരണകൂടത്തിന് ബംഗാളിന്റെ മണ്ണിൽ ഇനി അധികകാലം ആയുസ്സുണ്ടാകില്ല. അധികാരത്തിന്റെ ഹുങ്കിൽ ജനവിധിയെ വെല്ലുവിളിക്കുകയും സ്വന്തം അണികളെ വിട്ട് നാട്ടിൽ ചോരപ്പുഴ ഒഴുക്കുകയും ചെയ്യുന്ന മമതാ ബാനർജിയുടെ അഹങ്കാരത്തിന് അന്ത്യം കുറിക്കാൻ സമയമായി കഴിഞ്ഞു. BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ രാവിലെ 11 മണിക്ക് അധികാരമേൽക്കും. ഇതോടുകൂടി ബംഗാളിലെ മണ്ണിൽ വീണ ഓരോ തുള്ളി ചോരയ്ക്കും ഈ ഏകാധിപതി മറുപടി പറയേണ്ടി വരും. അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ വിദേശ ശക്തികളുമായി കൈകോർത്ത് അവർ നടത്തുന്ന ഈ തീക്കളി മമതയുടെ തന്നെ രാഷ്ട്രീയ ശവക്കുഴി തോണ്ടുന്നതാണ്. അക്രമം കൊണ്ട് BJPയെ തളർത്താമെന്ന് കരുതേണ്ട. ബംഗാളിലെ ജനങ്ങൾ ഉയർത്തുന്ന പ്രതിഷേധാഗ്നിയിൽ മമതയുടെ അഹങ്കാരവും തൃണമൂലിന്റെ ഗുണ്ടാരാജ്യം വൈകാതെ തന്നെ ചാരമായി മാറും. വരാനിരിക്കുന്ന BJP സർക്കാർ ബംഗാളിലെ ക്രിമിനലുകളെയും അവരുടെ സംരക്ഷകരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. മമതാ ബാനർജിയുടെ ഓരോ വിനാശകരമായ നീക്കവും ബംഗാളിലെ സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ BJPയോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയുള്ളൂ. ദേശവിരുദ്ധ ശക്തികൾ എത്ര തന്നെ ഗൂഢാലോചന നടത്തിയാലും ഭാരതത്തിന്റെ ദേശീയതയിൽ അടിയുറച്ച ഒരു ഭരണകൂടം കൊൽക്കത്തയുടെ മണ്ണിൽ ഉടൻ അധികാരമേൽക്കും. നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തിയും അതിർത്തികൾ സുരക്ഷിതമാക്കിയും അക്രമത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിച്ചും ബംഗാളിനെ വീണ്ടും സോന ബംഗ്ല ആക്കി മാറ്റാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നവരെയും രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നവരെയും അർഹമായ രീതിയിൽ തന്നെ പുതിയ സർക്കാർ കൈകാര്യം ചെയ്യും. ബംഗാളിന്റെ ഉദയം ഭാരതത്തിന്റെ ഉദയമാണ്. മമതയുടെ ഭീകരവാഴ്ചയിൽ നിന്നുള്ള ഈ മോചനം ബംഗാളിന് മാത്രമല്ല മുഴുവൻ ഭാരതത്തിനും ഒരു പുതിയ വെളിച്ചമായി മാറും. ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്വപ്നഭൂമിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും സധൈര്യം നേരിടാൻ ഓരോ BJP പ്രവർത്തകനും സന്നദ്ധനാണ്. മമതയുടെ തീക്കളി അവസാനിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ചരമക്കുറിപ്പോടെയായിരിക്കും എന്നത് കാലം തെളിയിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.